and welcome back to another self-challenging episode. ഇന്ന് ഞാൻ സെൽഫ് ചലഞ്ച് എന്ന് പറയാനൊരു കാരണമുണ്ട്. കാരണം ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നൊരു സ്മോക്കി ഐസ് ആണ് കേട്ടോ. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. സ്മോക്കി ഐസ് ഞാനിങ്ങനെ കുറേ വീഡിയോസ് എല്ലാം ഇങ്ങനെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു രീതിയിൽ ഞാനൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, കൂടെ നിങ്ങളെയും കൂട്ടാം എന്ന് വിചാരിച്ചു. കാരണം ഞാനൊരു യൂട്യൂബ് ഫീഡിലേക്ക് വന്നത് പിന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നോർമലി എങ്ങനെയാണ് ഒരുങ്ങിയിട്ട് പോകുന്നത് അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളൂ. എന്നിട്ട് കൂടുതൽ പുതിയതായിട്ടൊന്ന് പഠിച്ചിട്ട് മുടിയാണെങ്കിൽ പോലും ഒരു ഹെയർ സ്റ്റൈലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാനൊരു പുതിയതിലേക്ക് എന്നുള്ള രീതിയിൽ ചിന്തിക്കാറില്ല. എപ്പോഴും ഒരു സെയിം രീതിയിൽ തന്നെ ഒരുങ്ങിയിട്ട് പോകും, അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഇന്ന് എനിക്കൊരു ഒരു വെറൈറ്റി അല്ലാതെ എനിക്കിഷ്ടം തോന്നിയൊരു കണ്ണിൻ്റെ മേക്കപ്പാണ് സ്മോക്കി ഐസ്. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ കണ്ണ് ഭയങ്കര അതുവരെ കണ്ട ആളെ അല്ല, അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. സോ അപ്പോൾ ഞാനിന്ന് യൂസ് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് നമ്മുടെ ഐ ഷാഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കെങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്തത്. എത്രമാത്രം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്കൊന്നിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ സാധാരണക്കാരൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഐ ഷാഡോ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നോർമലി ഒരു പൗഡറാണ് കേട്ടോ. പൗഡറാണെങ്കിലും മതി, ഇതുപോലൊരു പൗഡർ ആണെങ്കിലും മതി. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണിൻ്റെ ഈ ഒരു ചുറ്റിലിട്ട് കൊടുത്ത് കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഡാർക്ക് സർക്കിൾ ഉള്ള ആൾക്കാർ ഇങ്ങനെ ഒരുപാട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഈ ഒരു ഏരിയയിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇന്നിവിടെ കോമ്പാക്ട് പൗഡർ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് കോമ്പാക്ട് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മളൊരു ക്രീം മാത്രം ഇട്ടിട്ട് സ്മോക്കി ഐസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം അതൊരു ഓയിലി ആയിരിക്കുമല്ലോ കുറച്ച്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതില്ല, ഏത് കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസിൽ ചെയ്യുന്ന ഏത് കാര്യമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബേസ് ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഐക്കോണിക്കാണ് കേട്ടോ, ലാക്മേയുടെ ഐക്കോണിക്കാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അതാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. നമ്മുടെ സാധാ കൺമഷി ഇല്ലേ, അതാണെന്നുണ്ടെങ്കിൽ മതി. നിങ്ങൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് മുകളിൽ സ്മഡ്ജ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതങ്ങനെ ഒരുപാട് ഭംഗിയിലൊന്നും അങ്ങനെ വേണമെന്നില്ല. കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐക്കോണിക്കിൻ്റെ പെൻസിൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ജെൽ ടൈപ്പ് ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഐലൈനർ വെച്ചിട്ട് എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഫസ്റ്റ് നമുക്ക് വാട്ടർ ലൈൻസിലൊന്ന് എഴുതി കൊടുക്കണം കേട്ടോ. ഈ മുകളിൽ ഞാനങ്ങനെ എഴുതാറില്ല ആക്ച്വലി, പക്ഷേങ്കിൽ ഇത് എഴുതി കണ്ടോടെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഫിനിഷിങ് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ മുകളിൽ ഞാനിന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. കണ്ടെല്ലാം കുത്തിപ്പോകുന്നുണ്ടോ. ജസ്റ്റ് ഒരു ബേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി മുകളിൽ എഴുതില്ലേ ആ ഒരു രീതിയിൽ ഇവിടെ എഴുതി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു ബഡ്സ് എടുക്കുക. ബഡ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയാണെങ്കിലും മതി കേട്ടോ. ഞാൻ ബഡ്സ് ഉള്ളത് കൊണ്ട് ബഡ്സ് എടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. നമ്മളൊക്കെ തുടക്കക്കാരായതുകൊണ്ട് കുറച്ച് സമയം വേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ തെറ്റാൻ തോന്നുമല്ലോ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ചേച്ചി ഇതിങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. എനിക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റുമല്ലോ. ഒന്നും കൂടെ നമ്മളിപ്പോൾ ഈ സ്മഡ്ജ് ചെയ്ത് കൊടുത്തതിൻ്റെ മുകളിൽ ഒന്നും കൂടെ കുറച്ച് ഡാർക്കണായിട്ട് ചെയ്താൽ കേട്ടോ. ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നർ കോർണേഴ്സിൽ വേണമെന്നുണ്ടെങ്കിൽ എഴുതാം കേട്ടോ. ഞാനിപ്പോൾ അത്ര ഡാർക്കൺ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ താഴെ വേണമെന്നുണ്ടെങ്കിൽ താഴെ എഴുതുക, ഇല്ലയെന്നുണ്ടെങ്കിൽ മുകളിൽ മാത്രം ചെയ്താൽ മതി. ഒരു ഹാഫ് പോർഷനിൽ കൊടുത്താൽ മതി കേട്ടോ. ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതിനേക്കാളും വൃത്തിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. എന്നാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങളെല്ലാം വീഡിയോ കാണുന്നുണ്ടോ, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ. കണ്ടോ ഈ കണ്ണിൻ്റെ ഒരു ഡിഫറൻസ് നോക്ക്.
ഒന്നും കൂടെ ഞാൻ കുറച്ച് ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാലിട്ടുന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഐബ്രോ ഇല്ലേ, അത് കുറച്ച് ഹൈലൈറ്റിങ് ചെയ്യണം അതിന് താഴെ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ അവിടെ പൗഡർ കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് എന്താ നമ്മുടെ കോമ്പാക്ട് പൗഡർ ഇവിടെ അപ്ലൈ ചെയ്യുക കേട്ടോ. കുറച്ച് കട്ടിയിൽ നമുക്കൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഈ രണ്ടെണ്ണത്തിൻ്റെ തമ്മിലുള്ളൊരു വ്യത്യാസം കണ്ടോ. നമുക്ക് കുറച്ച് ഇവിടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഐ ഷാഡോ, അതായത് ഒരു ബ്രൗൺ ഷെയ്ഡ് ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഐ ഷാഡോ ഒന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ഐ ഷാഡോ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം എന്തെന്നാൽ ഇല്ലാത്തവരാണ് കേട്ടോ ഞാൻ, അതായത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഭംഗിയാവാന്നുള്ളതാണല്ലോ. ജസ്റ്റ് ഒരുപാട് ചോപ്പിച്ച് കൊടുക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇത് ചുണ്ടിൽ എഴുതാമെങ്കിൽ നമുക്ക് എന്തായാലും കണ്ണിൻ്റെ മുകളിൽ എഴുതാനോ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ കണ്ണും ആ കണ്ണും തമ്മിലൊരു വ്യത്യാസം. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഫസ്റ്റ് വീഡിയോ തൊട്ട് കണ്ടവർക്ക് അറിയാം ആ ഒരു വ്യത്യാസം. നിങ്ങൾക്ക് തോന്നില്ലേ? സാധാ ഒരു കണ്ണ് എഴുതിയേക്കുന്ന പോലെയാണോ? അല്ലല്ലോ. കണ്ടോ, ഇത് എത്രമാത്രം പെർഫെക്റ്റ് ആയി എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല, എനിക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. നമുക്കിന്നെ അധികം കാര്യം വേറൊന്നും ഞാൻ അങ്ങനെ മുഖത്തൊന്നും ചെയ്തിട്ടൊന്നുമില്ല. കണ്ടോ, കണ്ണ് എഴുതുമ്പോൾ തന്നെ വേറൊരു ലുക്കാണ് നമുക്ക്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സിമ്പിളായിട്ട് എന്താ ഒരു നോർമൽ ഒരു കൺമഷിയും ഒരു എന്താ ഒരു പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് സ്മോക്കി ഐസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വലിയ പ്രശ്നമില്ല. ഇനി ഞാനിത് ആദ്യമായിട്ട് ഇപ്പോൾ ചെയ്ത് നോക്കിയതാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ഒരുങ്ങുന്ന വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കണ്ണ് എഴുതിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ സ്മോക്കി ഐസ് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് കൈ വരെ ഇവിടെ ഇങ്ങനെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മതി നമുക്ക് സിമ്പിളായിട്ട്. അങ്ങനെ പരന്നു പോയി, കണ്ണ് എഴുതി പരന്നു പോയി എന്ന് പറയില്ല. അപ്പോൾ ആ സാധനം കുറച്ചും കൂടി ഭംഗിക്ക് ഇങ്ങനെ എഴുതിയെടുക്കുന്നതിന് നമ്മൾ സ്മഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത്. വീഡിയോസൊക്കെ എല്ലാവരും കാണാറുണ്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയർ എല്ലാം ചെയ്യുക. വേറൊരു അടിപൊളി എപ്പിസോഡായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ ബൈ.